ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ക്രിസ്മസ് ഒക്കെ അല്ലേ? ഒരു ആൽക്കഹോളിക് റിച്ച് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രജിത സൂരജ്. ആദ്യം നമുക്ക് കാരമൽ തയ്യാറാക്കാം. അതിനായി 125 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര താനെ ഉരുകി തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. കാരമൽ പ്ലം കേക്കിന് നല്ലൊരു നിറവും ഫ്ലേവറും തരും. പഞ്ചസാര ഉരുകുന്നതിനോടൊപ്പം കുറച്ച് ചൂടുവെള്ളം കൂടി നമ്മൾ തയ്യാറാക്കണം. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചത് 125 ഗ്രാം പഞ്ചസാര, അതായത് അര കപ്പ് വരും. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നു. ചൂടുവെള്ളം ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് ദേഹത്തേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും തണുത്ത വെള്ളം ഈ തിളയ്ക്കുന്ന പഞ്ചസാരയിലേക്ക് ഒഴിക്കരുത്. ഇനി ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. 200 ഗ്രാം മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പൈസസ് ആണ് ചേർക്കുന്നത്. ചുക്ക്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി എന്നിവയാണ് സ്പൈസസിലുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. 1 മിനിറ്റെങ്കിലും മിക്സ് ചെയ്യണം. ഒരു അരിപ്പ ഉപയോഗിച്ച് 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇത് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഉണക്കമുന്തിരി, പ്ലം, കാൻബറി, ചെറി എന്നിവയാണ് ഇതിലുള്ളത്. റമ്മ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബിവറേജ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൽക്കഹോൾ വേണ്ട എന്നുള്ളവർക്ക് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് മിനിമം ഒരു 24 അവേഴ്സെങ്കിലും വെക്കണം. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോറിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ബാറ്ററിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ബാറ്ററിലേക്ക് മുങ്ങി പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഫ്ലോർ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് കുറച്ച് കാഷ്യൂസും ആൽമണ്ട്സും ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 50 ഗ്രാം വരും. അതിനുശേഷം എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കേക്ക് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആകും. അതുപോലെ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന റമ്മും കേക്കിന് നല്ലൊരു ഫ്ലേവർ നൽകും. ഞാൻ 2 ആഴ്ചയോളം സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സാണ് ഇതിൽ ഉപയോഗിച്ചത്. കൂടുതൽ സോക്ക് ചെയ്ത് വെക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിങ്ങനെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് 1 വർഷത്തോളമൊക്കെ വയ്ക്കാവുന്നതാണ്, കേടാവാതെ ഇരിക്കും. ഇനി ബാറ്റർ തയ്യാറാക്കാനായി വേറൊരു ബൗളിലേക്ക് ബട്ടർ എടുക്കുക. 200 ഗ്രാം ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ വേണം ഉപയോഗിക്കാൻ. ഇനി ബട്ടർ നന്നായിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സൈഡിലേക്ക് മാത്രം ബീറ്റ് ചെയ്യുക. കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ബട്ടർ, മുട്ട ഇവയൊക്കെ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. നിങ്ങൾ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ബട്ടർ ജസ്റ്റ് ഒരു പാത്രത്തിലെടുത്ത് ഒന്ന് ഓവനിൽ വെച്ച് ഒരു 10 സെക്കൻഡ്സ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ബട്ടർ ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ലിക്വിഡായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ക്രീമിയായി വരും. ഇനി ബീറ്റ് ചെയ്ത ബട്ടറിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. 125 ഗ്രാം ബ്രൗൺ ഷുഗറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൗഡർ ഫോമിലുള്ള ഷുഗർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ബട്ടറുമായിട്ട് വേഗം മിക്സായി കിട്ടും. ഇവിടെ ബ്രൗൺ ഷുഗറിന് പകരം നമുക്ക് നോർമൽ വൈറ്റ് ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ്. ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ കേക്കിന് നമുക്ക് നല്ലൊരു കളർ കിട്ടും. ബീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് സൈഡ്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വടിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഇങ്ങനെ സൈഡ്സിൽ മിക്സ് ആവാതെ അവിടെ ഇരിക്കും. ബട്ടറും ഷുഗറും കൂടി ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് എടുക്കണം. കുറഞ്ഞതൊരു 2 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായി 1 ടേബിൾ സ്പൂൺ ഫ്ലോർ ആഡ് ചെയ്യുക. മുട്ട ഡയറക്റ്റ് നമ്മൾ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് ഫ്ലോർ ആഡ് ചെയ്യുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഓവനിൽ ഒരു 5 സെക്കൻഡ്സ് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യം 4 മുട്ടയാണ്. ഇതിൽ 2 മുട്ട നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 മുട്ട കൂടി ചേർക്കാനുണ്ട്. ആദ്യം ചെയ്തതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലോർ ഇതിലോട്ട് ചേർത്തതിന് ശേഷം ബാക്കി 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം.
1 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്ലോർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സെക്ഷനായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം പാതി ആഡ് ചെയ്യുന്നു. ഫ്ലോറിൻ്റെ കൂടെ കാരമലും ചേർത്ത് കൊടുക്കുക. കാരമൽ 2 സെക്ഷനായിട്ടാണ് ചേർക്കേണ്ടത്. ആദ്യം പാതി ചേർക്കുക. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. ഒരേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ബാറ്റർ കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് നേരം ഫോൾഡ് ചെയ്യുമ്പോൾ ടെക്സ്ചർ കറക്റ്റ് ആവും. കാരമൽ ചേർത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഒന്ന് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മുടെ സെക്കൻഡ് ബാച്ച് ഫ്ലോറും കാരമലോട് ചേർത്ത് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കാം. ഫ്ലോർ നന്നായി മിക്സായി എന്ന് ഉറപ്പ് വരുത്തുക. നന്നായി ഫോൾഡ് ചെയ്യുക. 1-2 മിനിറ്റ് ഇങ്ങനെ ചെയ്യേണ്ടി വരും. സൈഡ്സൊക്കെ നന്നായിട്ട് വടിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ എല്ലാ സൈഡിലേക്കും ആകാൻ വേണ്ടി നന്നായിട്ട് വീണ്ടും വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റും നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. റെഡിയായി ബാറ്റർ നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാൻ ഒരു കേക്കായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് 2 കേക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 പാന് 4 ഇഞ്ചിൻ്റെ 2 പാൻ ഉപയോഗിച്ച് 2 കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കേക്ക് ടിൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ ഉപയോഗിക്കാത്തത്. അലുമിനിയം ടിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ടതിന് ശേഷം വേണം അതിലേക്ക് ബാറ്റർ ഒഴിക്കാൻ. ഇല്ലെങ്കിൽ കേക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് കേക്ക് കരിഞ്ഞു പോകും. ബാറ്റർ മുഴുവൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ടിൻ കയ്യിലെടുത്ത് 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിൽ ട്രാപ്പായിരിക്കുന്ന എയർ പുറത്തു പോകാനും ബാറ്റർ ഒന്ന് ലെവലാകാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂവും ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ടാപ്പ് ചെയ്യരുത്. ഇനി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ബാറ്ററിലേക്ക് മുങ്ങിപ്പോവും. ഇനി നമുക്ക് ബാറ്റർ ഓവനിലേക്ക് മാറ്റാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 55 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തത്. നിങ്ങൾ ചെറിയ കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല. ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് കേക്കിൻ്റെ നടുഭാഗത്ത് കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് കുക്കായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറച്ച് ഒരു 10 മിനിറ്റ് ഒന്നുകൂടി ബേക്ക് ചെയ്യുക. കേക്കിലേക്ക് ഇങ്ങനെ റമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ കേക്ക് കൂടുതൽ കാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. കേക്ക് 2 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒന്നാണ് പ്ലം കേക്ക്. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിലും ടേസ്റ്റ് 1-2 ദിവസം വച്ചിട്ട് കഴിക്കുമ്പോഴാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇരിക്കും ഈ കേക്ക്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡിൽ നെക്സ്റ്റ് ടൈം.